ഇന്ന് കാണാൻ പോയിട്ടുള്ള സിനിമ ഗുഡ് ബാഡ് അഗ്ലി ആയിരുന്നു. തല അജിത് കുമാറിൻ്റെ ആറട്ടെന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. കാരണം പഴയ സിനിമയിലെ കഥാപാത്രങ്ങളും പേരുകളും പഴയ സിനിമയിലെ പാട്ടുകളും ഉൾപ്പെടുത്തി ഒരു ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇറക്കിയിട്ടുള്ള അതുൽ രവിചന്ദ്രൻ്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. തല അജിത്തിനെ ഒരു സെലിബ്രേറ്റഡ് മൂഡിൽ നമുക്ക് തിയേറ്ററിൽ പോയി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു സിനിമ ഡെഫിനറ്റ്ലി വർത്ത്ഫുള്ളാണ്. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ട്രീറ്റാണ് ഈ സിനിമ. അതർവൈസ് ഒരു കോമൺ ഓഡിയൻസിനെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പുതുമകളൊന്നും ഇല്ലാതെ ഒരു ടിപ്പിക്കൽ ഗാങ്സ്റ്റർ സ്റ്റോറിയിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. തൻ്റെ പഴയ പാസ്റ്റ് മറക്കാൻ വേണ്ടി ജയിലിൽ പോകുന്നു, തിരിച്ച് ഫാമിലിക്ക് വേണ്ടി നല്ലതായിട്ട് വരാൻ വേണ്ടി വരുന്നു, തിരിച്ച് വീണ്ടും അയാൾ ആ ഒരു ട്രാപ്പിലേക്ക് പെടുന്നു, വീണ്ടും അദ്ദേഹം ഒരു ഗാങ്സ്റ്ററായിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ പല ഗാങ്സ്റ്റർ സ്റ്റോറികളിൽ കണ്ടിട്ടുള്ള കഥയാണ്. ഈ സിനിമയിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഒരു ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രീറ്റാണ്, വെൽ ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റാണ് അജിത്ത് കൊടുക്കുന്നത്. അജിത്തിൻ്റെ പഴയ സിനിമകളിലെ റെഫറൻസുകൾ വരുന്നുണ്ട്, പഴയ പാട്ടുകളിൽ ഫൈറ്റ് സീനുകൾ വരുന്നുണ്ട്, പഴയ ഒരുപാട് മാനറിസംസ് വരുന്നുണ്ട്. ലുക്ക് വൈസ് തന്നെ ഒരു 5ഓളം വെറൈറ്റി ലുക്കുകൾ അജിത്തിനെ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ള ഓൺ സ്ക്രീൻ ലുക്കുകൾ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഫാൻസിന് വേണ്ടി വെൽ സെലിബ്രേറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള അതുൽ രവിചന്ദ്രൻ്റെ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. അതർവൈസ് വലിയ പുതുമകളൊന്നും എനിക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് തോന്നിയിട്ടില്ല. കളർഫുള്ളായിട്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഈ ഒരു സമയം ഒരു 3 മണിക്കൂർ പറ്റേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. അതാണ് അജിത് കുമാറിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയെക്കുറിച്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാസ്റ്റിലേക്ക് വരുമ്പോൾ തൃഷ, സിമ്രാൻ, പ്രഭു, പ്രസന്ന, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ ഒത്തിരി കാസ്റ്റിങ്ങിലേക്ക് താരനിരകളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ അകത്ത് സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഫുൾ വൺ മാൻ ഷോയാണ്. അജിത്തിൻ്റെ തല എന്നുള്ളൊരു കുറേ ബിൽഡപ്പും അതുപോലെ കുറേ സപ്പോർട്ടീവായിട്ടുള്ള അജിത്തിൻ്റെ കുറേ മാനറിസംസ് ഒക്കെ കൊണ്ട് നിറഞ്ഞാടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ ഗുഡ് ബാഡ് അഗ്ലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കേഷായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതർവൈസ് ഈ ഒരു സിനിമ ഡെഫിനറ്റ്ലി വർത്ത്ഫുൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു ഫീല്.